അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജർമ്മനിയുടെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്തൊക്കെയാണ് ജർമ്മനിയിൽ പോസിറ്റീവ്സ് ഉള്ളത്, ജർമ്മനിയിലോട്ട് വരാനിരിക്കുന്നവർക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ജർമ്മനിയുടെ നെഗറ്റീവ്സ് നോക്കാം. ഫസ്റ്റ് തിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതുപോലത്തെ ട്രാഫിക് ലൈറ്റ്സ് പറയാൻ പറ്റും. ബിക്കോസ് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ്. നമുക്ക് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റെഡ് ലൈറ്റ് മാറി ഗ്രീൻ ലൈറ്റ് ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റോഡ് ക്രോസ് ചെയ്യാൻ പറ്റും. നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇറ്റ്സ് ഒരു നല്ലൊരു സംഭവമാണിത്. പിന്നെ സെക്കൻഡ് പോസിറ്റീവ് തിങ് എനിക്ക് തോന്നിയിട്ടുള്ളത് DB, ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ്. അതായത് നമ്മുടെ ഇവിടുത്തെ ട്രെയിൻ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് DB എന്ന് പറയുന്നത്, ഡോയ്ച്ചെ ബാൻ, ജർമ്മൻ ട്രെയിൻ സിസ്റ്റം എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതിൽ നമുക്ക് DB ടിക്കറ്റാണ് ഞങ്ങളൊക്കെ എടുക്കുന്നത്. ഒരു മാസത്തിൽ നമ്മൾ 58 യൂറോ ആണ് ഒരു DB ടിക്കറ്റിന് വരുന്നത്. നമ്മളൊരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 58 യൂറോ നാട്ടിൽ 5500 5800 സംതിങ്. നമ്മൾ ഈ 5800 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു 58 യൂറോ ടിക്കറ്റിന് നമുക്ക് ഹോൾ ഡോയ്ച്ച്ലാൻഡും പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ സിറ്റീസും, അതായത് ബോർഡറിലുള്ള സിറ്റീസിൽ നമുക്ക് ഫ്രീ ആയിട്ട് ട്രെയിനിൽ പോകാൻ പറ്റും. ട്രെയിനിൽ മാത്രമല്ല ബസ്സിലും പോകാൻ പറ്റും. പക്ഷേ നമുക്ക് റീജിയണൽ ട്രെയിൻസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഹൈ സ്പീഡ് ട്രെയിൻസ് ആയിട്ടുള്ള IC, ഇൻ്റർസിറ്റി എക്സ്പ്രസ്സുകൾ അതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു പോസിറ്റീവ് തിങ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് എങ്ങോട്ടേലും പോകേണ്ടി വരും. പക്ഷേ അപ്പം ടിക്കറ്റ് എടുക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ടിക്കറ്റ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ കണ്ടു. അതുകൊണ്ട് മാത്രം. കാരണം അല്ലാതെ നമ്മൾ ടിക്കറ്റ് എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര റേറ്റ് ആവും. പിന്നെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടുത്തെ ട്രെയിൻസ് ഒട്ടും പങ്ക്ച്വൽ അല്ല എന്നാണ് ജർമ്മൻസ് പറഞ്ഞു വരുന്നത്. അവർ പറയണത് ഇവിടുത്തെ ട്രെയിൻസ് ഒട്ടും പങ്ക്ച്വൽ അല്ല എന്നൊക്കെ പറയാറുണ്ട്. ഇത് ടിക്കറ്റ് എടുക്കുന്ന മെഷീനാണ്. നമുക്കിവിടെ നോക്കിയാൽ അറിയാം. ഇത് ഞങ്ങൾ നിൽക്കുന്ന സ്റ്റോപ്പാണ്. ഇവിടുന്ന് വേറൊരു സ്റ്റോപ്പിലോട്ട് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത സ്റ്റോപ്പാണ്. അങ്ങോട്ടുള്ള നമ്മൾ ടിക്കറ്റ് റേറ്റ് നോക്കുമ്പോഴത്തേനും നമുക്കിവിടെ വരുന്നത് ഒരു ബസ്സാണ്. ഇതാണ് ട്രെയിൻ വരുന്നത്. ട്രെയിൻ നോക്കുമ്പം 4 യൂറോ 80 സെൻറ്റാണ് ഇതിന് വരുന്നത്. ഓക്കെ, ഈ 4 യൂറോ 80 സെൻറ്റ് എന്ന് പറഞ്ഞാൽ 400 രൂപ സംതിങ്. അതായത് ജസ്റ്റ് 20 മിനിറ്റ് ട്രാവൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ഡെയിലി ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എന്നും ടിക്കറ്റ് എടുത്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ്. നമുക്ക് ഇങ്ങനെ ടിക്കറ്റ് എടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മളൊരു DB ടിക്കറ്റ് എടുക്കുന്നതാണ്, ഒരു ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് മാസത്തിന് എടുക്കുന്നതാണ്. പിന്നെ ഹൗസ് ബിൽഡിങ് ചെയ്യുന്നവർക്ക് ഇവിടെ നമുക്ക് എംപ്ലോയ്മെൻറ്റ് ടിക്കറ്റ് എന്ന് പറയുന്ന ടിക്കറ്റ് കിട്ടും. അതായത് ആ ടിക്കറ്റ് ഉണ്ടെങ്കിലും ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് DB പോലെ തന്നെ എല്ലായിടത്തും യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് ഒരു 12 യൂറോ തിരിച്ച് റിട്ടേൺ കിട്ടും നമ്മുടെ സാലറി ക്രെഡിറ്റ് ആകുന്ന കൂട്ടത്തിൽ. അതാണ് അതിൻ്റെ ഒരു ബെനഫിറ്റ്. അടുത്ത പോസിറ്റീവ് തിങ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മ്യൂൾ ഗാർബേജസ് ആണ്. എന്നാൽ വേസ്റ്റ് സോർട്ട് ചെയ്യാനുള്ളതാണ്. അതായത് ഇതിൽ കാണുന്ന 3 തരം ഗ്ലാസ്സുകളാണ്. വെള്ള ഗ്ലാസ്, ബ്രൗൺ ഗ്ലാസ്, ഗ്രീൻ ഗ്ലാസ്. ഈ ഗ്ലാസ് ബോട്ടിൽസ് നമുക്കവിടെ ഡിസ്പോസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ കാണുന്നത് നമുക്ക് ഡ്രസ്സ്, ഷൂസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഡിസ്പോസ് ചെയ്യാം. ഇത് റീസൈക്കിൾ ചെയ്തിട്ട് യൂസ് ചെയ്യുക. അതല്ല ഇത് കളയില്ല. അപ്പോൾ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയുള്ള കുറേ പരിപാടികളാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ കുറേ തിങ്സ് ഉണ്ട്. ഇവിടെ വേസ്റ്റ് സോർട്ട്മെൻറ്റ് ഭയങ്കര ജർമ്മൻസിന് വലിയ കാര്യമുള്ള കാര്യമാണ്. കാരണം ഇവർ നല്ല രീതിയിൽ അതിന് എഫേർട്ട് ഇടുന്ന ആൾക്കാരാണ്. പ്ലാസ്റ്റിക് വേസ്റ്റ്, റെസ്റ്റ് മ്യൂള്, ഫുഡ് വേസ്റ്റ്, പിന്നെന്താണ് പേപ്പർ വേസ്റ്റ്, ഇതെല്ലാം അവർ സോർട്ട് ചെയ്യാറുണ്ട്. സോർട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് മാറ്റും. എന്നിട്ട് എല്ലാ ആഴ്ചയിലും ഇന്ന ദിവസങ്ങളിൽ ആൾക്കാർ വന്നിട്ട് ഇത് കളക്ട് ചെയ്തുകൊണ്ട് പോകും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്ട്രീറ്റ്സൊക്കെ അത്യാവശ്യം ക്ലീനാണ്. എന്തെങ്കിലും ഓഫ് ഡേയ്സ് വന്നു കഴിഞ്ഞാൽ, അത് ഹോളിഡേയ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചില സമയങ്ങളിൽ ഇങ്ങനെ റോഡിന് സൈഡുകളിൽ വേസ്റ്റ് കൂട്ടിയിട്ടേക്കുന്നതായിട്ട് കാണാൻ പറ്റും. അല്ലാത്ത പക്ഷേ എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സിറ്റി കാണാൻ പറ്റും. ഒരിക്കലും നമുക്ക് വേസ്റ്റ് കൂട്ടിയിട്ടേക്കുന്നതായിട്ടോ അങ്ങനെ ബാഡ് സ്മെല്ലടിക്കുന്നതായിട്ടോ ഒരു ഫീലും നമുക്ക് ഉണ്ടാവില്ല. പിന്നെ നെക്സ്റ്റ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അഡ്വാൻറ്റേജസ് ഉണ്ട്. കുറേ കൂടെ വെക്കേഷൻസ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈം ഒക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ കുറേ ഫ്രീ ടൈം എല്ലാം നമുക്കിവിടെ ഒരു വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ കിട്ടുന്നുണ്ട്. നമുക്ക് വർക്ക് ചെയ്യുന്നിടത്ത് ഒരു വർഷത്തിൽ ഇത്ര ദിവസം വെക്കേഷനാണ് എന്ന് പറഞ്ഞ് നമുക്ക് വർക്ക് ചെയ്യുന്നിടത്ത് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി എക്സ്ചേഞ്ച് ചെയ്യാനും വേറൊരു ദിവസത്തിന് മാറ്റാനും അങ്ങനെയുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്.
സോ വർക്ക് ചെയ്യണ കാര്യത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു ഫ്ലെക്സിബിളായിട്ടുള്ള വർക്ക് ടൈം ഉണ്ട്. അസ് എ നേഴ്സിന് വർക്ക് ചെയ്യാനാണെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ അല്ല, ഡ്യൂട്ടി സാറ്റർഡേ സൺഡേ ഒക്കെ വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയുണ്ട്. പിന്നെ സ്റ്റഡീസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലോ തന്നെ നമുക്ക് ഇവിടെ ഫ്രീ ആണ് എഡ്യൂക്കേഷൻ. എങ്കിലും ചില കാര്യങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ട്യൂഷൻ ഫീസായിട്ടോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഫീസായിട്ടോ സോഷ്യൽ സർവീസ് ഫീസായിട്ടോ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും. പക്ഷേ ഹൗസ് ബിൽഡിങ്സ് എല്ലാം തന്നെ ഫ്രീ ആണ്. നമുക്ക് ഇങ്ങോട്ടാണ് സ്റ്റൈപ്പൻഡ് കിട്ടുന്നത്. സോ അതൊരു നല്ല കാര്യമാണ്. നമുക്ക് ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡ് കിട്ടി പഠിക്കുക എന്ന് പറയാതെ നമുക്കൊരു മാസം കഴിയാനുള്ള അത് കൂടുതൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും നാട്ടിലോട്ടൊക്കെ പൈസ അയക്കാൻ പറ്റണത്. സോ അതൊരു നല്ല അഡ്വാൻറ്റേജാണ്. ഹലോ. പിന്നെ ഇവിടെ പറയാനുള്ളത് ഇവിടുത്തെ ഗ്രീറ്റിങ്സാണ്. നമ്മളിവിടെ രാവിലെ തൊട്ട് ഒരു ഡ്യൂട്ടിക്ക് പോയാലും അല്ലെങ്കിൽ സ്കൂളിൽ പോയാലും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് ആരെയൊക്കെ കാണുന്നോ നമ്മൾ അവിടെ ഉള്ളവരെല്ലാം ഹലോ, ഗുഡ് മോർണിംഗ്, ഈ കാര്യങ്ങളെല്ലാം പറയേണ്ടി വരും. ബിക്കോസ് ഇവരെല്ലാം അങ്ങനെയാണ്. നമ്മളോട് കാണുമ്പോൾ നമ്മൾ അറിയത്തില്ലാത്തവരാണെങ്കിലും നമ്മളോട് ഗുഡ് മോർണിംഗ് പറയുക, നമ്മളോട് വി ഗേറ്റ്സ് ഹൗ ആർ യു എന്ന് ചോദിക്കുക, ഇതെല്ലാം ചെയ്യും. നാട്ടിലൊന്നും കാണാത്ത ഒരു രീതി. പിന്നെ ബ്യൂട്ടിഫുൾ വ്യൂ, അതൊരു പോസിറ്റീവ് തിങ്ങാണ്. പിന്നെ ഇവിടുത്തെ നെഗറ്റീവ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ റേഡിയോ ടാക്സ്. ബിക്കോസ് നമ്മൾ റേഡിയോ യൂസ് ചെയ്യണില്ല എന്നുണ്ടെങ്കിലും TV യൂസ് ചെയ്യണമെന്നില്ല എന്നുണ്ടെങ്കിലും നമ്മളിതിന് ടാക്സ് കൊടുക്കണം. അത് ഏറെക്കുറെ ഞങ്ങൾക്കൊക്കെ വരുന്നത് 3 മാസത്തിലൊരു 50 to 60 euros അടുത്ത് റേഡിയോ ടാക്സ് ആയിട്ട് പോകുന്നുണ്ട് 3 മാസം കൂടുമ്പോൾ. സോ അത് ഒരു നെഗറ്റീവ് തിങ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. ഇപ്പോൾ നമുക്കിവിടെ ഹോസ്പിറ്റലിലുള്ള നേഴ്സുമാരോടാണെങ്കിലും അവരിവിടെ 5, 6, 10 വർഷമായിട്ട് നിൽക്കുന്നവർ, 20 വർഷമായിട്ട് നിൽക്കുന്നവർ, ജനിച്ചപ്പോൾ തൊട്ട് ഇവിടെ ഉള്ളവരെല്ലാവരും കുറേ പേരുണ്ട്. അപ്പോൾ അവരെല്ലാം പറയണത് ഇതിലും ബെറ്റർ ആയിരുന്നു ജർമ്മനി ഒരു തവണ എന്ന് പറയാറുണ്ട്. ഐ മീൻ സേഫ്റ്റിയുടെ കാര്യമാണ് അവർ മെയിനായിട്ട് പറയുന്നത്. കാരണം എല്ലാവരും തന്നെ പറയണത് ഇപ്പോൾ ജർമ്മനി ഒട്ടും സേഫ് അല്ല, നൈറ്റ് ട്രാവൽ ചെയ്യാൻ സേഫ് അല്ല എന്നൊക്കെ പറയാറുണ്ട്. സോ പക്ഷെ പണ്ട് അങ്ങനെ അല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കതൊരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റും. ഇടയ്ക്ക് നൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയങ്ങളിൽ ഭയങ്കര ഡ്രങ്ക് ആയിട്ടുള്ള പേഴ്സൺസ് റെയിൽവേ സ്റ്റേഷനിൽ കാണുക. നമ്മളോടൊന്നും പെരുമാറിയില്ലെങ്കിൽ പോലും നമുക്ക് അവരെ കാണുമ്പോൾ ഒരു ചെറിയ പേടി തോന്നും. സോ അങ്ങനെ ഒരു ചെറിയ നെഗറ്റീവ് സൈഡ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു വരുന്നുണ്ട്. പിന്നുള്ളത് ഇപ്പോൾ ഇൻക്രീസ് ചെയ്ത് വരുന്ന ഒരു വയലൻസ്, അതും പണ്ടില്ലായിരുന്നു എന്നിങ്ങനെ നേഴ്സുമാരൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യണവർ പറയാറുണ്ട്. പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, പണ്ട് അതൊക്കെ കുറവായിരുന്നു, ഇപ്പോൾ അത് കുറേ ഒരുപാടുണ്ട് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. ഇപ്പോൾ ആണെങ്കിലും അവർ പറയും കുട്ടികളെയൊക്കെ ആണെങ്കിലും തല്ലവരുടെ വിടാനാണെങ്കിലും പേടിയാണ് എന്നവർ പറയാറുണ്ട്. പിന്നെ നമുക്ക് നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്നത് ഇവിടുത്തെ ഒരു ടാക്സ് സിസ്റ്റമാണ്. അത് നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ നെഗറ്റീവ് ആണോ ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും. ബിക്കോസ് ചിലർ പറയും നമുക്ക് ഈ ടാക്സ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഈ ടാക്സ് ഇവിടെ ജീവിക്കുന്നത് വഴി നമുക്ക് കിട്ടാറുണ്ട്. നമ്മൾ എത്ര ഏൺ ചെയ്താലും അതിൻ്റെ ഒരു വിഹിതം നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കണം. സോ അത് നമുക്ക് ഫ്യൂച്ചറിൽ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എങ്കിലും കുറേ പേരൊക്കെ അതിനെ നെഗറ്റീവായിട്ട് കാണാറുണ്ട്. അതൊരു നെഗറ്റീവ് സൈഡ് തന്നെയാണ്, നമ്മൾ ഒരുപാട് ടാക്സ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് പറയാൻ പറ്റണത് ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്, അതൊരു വലിയൊരു നെഗറ്റീവ് സൈഡാണ്. ഐ മീൻ അതെന്തുകൊണ്ടാണ് ഇവിടെ മെഡിക്കൽ ഫീൽഡിൽ ആളില്ലാത്തത് കൊണ്ടാണോ അതോ അവർക്ക് അതിന് മാത്രമുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. നമുക്കിപ്പം ഒരു തലവേദനയായിട്ട് പോയാലോ അല്ലെങ്കിൽ ഒരു പനിയായിട്ട് പോയാലോ എന്ത് അസുഖമായിക്കോട്ടെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 2, 3, 4 മാസം കഴിഞ്ഞായിരിക്കും അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. സോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതൊരു വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം നമുക്കൊരു അസുഖമായിട്ട് പോകുമ്പോൾ അതിനുള്ള മരുന്ന് കിട്ടുന്നത് 3 മാസം കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ, പക്ഷെ നമുക്ക് അത്യാവശ്യ സാഹചര്യങ്ങളിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് മെഡിസിൻസ് എടുക്കാം, നമുക്ക് എല്ലാം പെട്ടെന്ന് കിട്ടും, അതിനുള്ള പാടില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു നമുക്ക് ഇവിടെ ഹൗസ് അറസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. അതായത് നമുക്ക് പേഴ്സണൽ ഡോക്ടർ, നമുക്ക് അങ്ങനൊരു ഡോക്ടർ ഉള്ളപ്പോൾ, ഇങ്ങനൊരു ഹൗസ് അറസ്റ്റ് ഉള്ളപ്പോൾ നമുക്ക് ഈ അപ്പോയിൻമെൻറ്റ് ഒരു 3 മാസം കഴിഞ്ഞ് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കതൊരു നെഗറ്റീവ് കാര്യമാണ്. ബിക്കോസ് നമ്മുടെ അത്യാവശ്യ സാഹചര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് കിട്ടുകയുള്ളായിരിക്കും. എനിക്കൊക്കെ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്.
കുറേ പറയാനുണ്ട്. നമുക്ക് പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളൊക്കെ കുറേ പറയാം. പക്ഷേ മെയിനായിട്ട് എനിക്ക് തോന്നി, എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് നെഗറ്റീവ്സും കുറച്ച് പോസിറ്റീവ്സും പറയണമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബൈ ബൈ.